എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/fyugp 2025/index.php എന്നുള്ള ഈ ഒരു പേജിലൂടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അലോട്ടഡ് കോളേജ് അതുപോലെ അലോട്ടഡ് കോഴ്സ് എന്നിവ കാണാൻ സാധിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ സോറി എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനായിട്ട് ഈ ഒരു അഡ്മിഷൻ നേടുന്നതിന് മുമ്പായിട്ട് അതായത് ജൂൺ 23-ാം തീയതി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യേണ്ടതാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് അപേക്ഷ കൊടുക്കുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി, അതായത് നിങ്ങൾക്ക് എന്താണ് മറന്നുപോയത്, ആപ്ലിക്കേഷൻ നമ്പറാണോ പാസ്വേഡാണോ ഏതാണ്, അതനുസരിച്ച് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മൊബൈൽ നമ്പർ കൂടി കൃത്യമായിട്ട് കൊടുത്ത് നിങ്ങൾ ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അല്ലാതെ ഇന്ന് തന്നെ പോയിട്ട് പെട്ടെന്ന് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അതല്ല ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ 1395 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ആണെങ്കിൽ 2800 രൂപയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് വരുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഫീസാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ജനറൽ വിഭാഗത്തിൽ തന്നെ NIOS വിഭാഗത്തിൽ അഡ്മിഷൻ, അതായത് NIOS വിഭാഗത്തിലാണ് +2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന ബോർഡുകളിൽ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 865 രൂപയാണ് SC/ST വിദ്യാർത്ഥികൾക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മറ്റുള്ളവർക്ക് 2275 രൂപയാണ്. നിങ്ങൾ കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് SC/ST ആണെങ്കിൽ 1390 മറ്റുള്ളവർക്കാണെങ്കിൽ 2800 രൂപയുമാണ് ഓൺലൈനായിട്ട് ഈ ഒരു ഫീസ് അടക്കേണ്ടത്. ഓൺലൈൻ മാത്രമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതല്ല. അത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജ് എവിടെയാണ്, ആ ഒരു കോളേജിൽ എപ്പോഴാണ് നിങ്ങൾ അഡ്മിഷന് പോവേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഡേറ്റിൽ നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം, അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അഡ്മിഷൻ നേടാം. എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനല്ല രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ആറാമത്തെയോ ഒക്കെയാണ് ഓപ്ഷൻ കിട്ടിയത്. അത് 20 ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ഏത് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം, അത് താൽക്കാലിക അഡ്മിഷൻ എടുക്കാം. അപ്പോൾ എങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം, എങ്ങനെ ടെമ്പററി അഡ്മിഷൻ എടുക്കാം എന്ന് പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്കിപ്പോൾ ആറാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഞാനവിടെ ഇപ്പോൾ ആ ഒരു സീറ്റ് എനിക്ക് ഇഷ്ടമാണ്, എന്നാൽ എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അതേസമയം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ എനിക്ക് അവിടേക്ക് പോകാൻ താല്പര്യമില്ല, ആദ്യം കിട്ടിയ സീറ്റ് തന്നെ മതി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നതല്ല. കാരണം നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള, അതായത് നിങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഓപ്ഷൻ ഉൾപ്പെടെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു
കോളേജ് കോഴ്സ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതും അതിനുശേഷം നിങ്ങളുടെ ഹയർ ഓപ്ഷൻ, അത് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ ഇപ്പോൾ 6ാമത്തേതാണെങ്കിൽ അതിന് മുകളിലുള്ള 1 മുതൽ 5 വരെയുള്ള ഓപ്ഷനുകളെയാണ് അതിൽ ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള ഓപ്ഷനുകൾ ഏതൊക്കെയാണോ അതാണ് അതിൻ്റെ ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ ആ ഒരു പുതിയ ഹയർ ഓപ്ഷനുകളിലേക്ക്, നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റ് ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുന്നതല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ മതിയായി, അതായത് ആ ഒരു മതി എന്നല്ല, ആ ഒരു കോഴ്സ് മതി, എന്നാൽ കോളേജ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ചില വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് പുതുതായിട്ട് കിട്ടുകയാണ്, മറ്റൊരു കോഴ്സിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടിയ ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങളിപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഹയർ ഓപ്ഷനിലേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അഥവാ സെക്കൻഡ് അലോട്ട്മെൻറ്റ് മാറ്റമൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിൽ കിട്ടിയ ആ ഒരു സീറ്റിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യമുള്ളത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എല്ലാവരും പെർമനൻറ്റ് അഡ്മിഷൻ ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടുകയും അതിനുശേഷം നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയോ അതല്ല ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ എപ്പോഴാണ് അഡ്മിഷൻ ഹാജരാവേണ്ട ഡേറ്റുകളെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 19, 20, 21, 23 തീയതികളായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടത്. അതുപോലെ തന്നെ ആദ്യ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ സർവകലാശാല ഫീസ് പ്രൊഫൈൽ വഴി ഓൺലൈനായിട്ട് അടച്ച ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ കോളേജിൽ ഹാജരായി താൽക്കാലിക അഡ്മിഷൻ അല്ലെങ്കിൽ സ്ഥിര അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കാത്ത പക്ഷം, അതായത് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ പ്രകാരമുള്ള ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ രണ്ടാം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ആവശ്യപ്പെട്ടിരുന്ന എല്ലാ ക്ലെയിമുകളും തെളിയിക്കുന്നതിലേക്കായിട്ടുള്ള ഒറിജിനൽ രേഖകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. പ്രവേശന സമയത്ത് ഓൺലൈൻ അപേക്ഷാ ഫോമിൽ പരാമർശിക്കാത്ത ക്ലെയിമുകൾ ആയത് തെളിയിക്കുന്നതിലേക്കായിട്ടുള്ള രേഖകൾ ഹാജരാക്കിയാൽ പോലും ഈ ഒരു ഘട്ടത്തിൽ പരിഗണിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഏകജാല സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളൂ. OCI കാർഡുള്ളവരോ വിദേശ വിദ്യാർത്ഥികളോ ഏകജാല സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളതല്ല. ഇത്തരം വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിലേക്ക് സെൻറ്റർ ഫോർ ഗ്ലോബൽ അക്കാദമിക് വിഭാഗവുമായി ബന്ധപ്പെടാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്യുക, അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഒരു കോപ്പി എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ ഭാവി ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷം ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ തീയതിയിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ ഫീസ് കൊടുക്കേണ്ട, ഡോക്യുമെൻറ്റ്സ് മാത്രം കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിച്ച ശേഷം നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ കോളേജിൽ ആ ഒരു ഡേറ്റിനുള്ളിൽ വിദ്യാർത്ഥികൾ ആ ഒരു നിങ്ങളുടെ ഡോക്യുമെൻസുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അപേക്ഷ അഡ്മിഷൻ ഫീസും എടുത്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ ഫീസ് എന്ന് പറയുമ്പോൾ കോഴ്സ് ഫീസാണ് കോളേജിൽ അടക്കേണ്ടത്. അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് ചോദിച്ച് എത്ര രൂപയാണ് ഫീസ് വരുന്നതെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന കോഴ്സുകൾ അനുസരിച്ച് ഇപ്പോൾ BA കോഴ്സൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 15,000 രൂപയ്ക്കുള്ളിൽ ആ ഒരു ഫീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് നിങ്ങൾ എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ അഡ്മിഷൻ നേടിയിട്ടില്ല, ടോക്കൺ ഫീ പേയ്മെൻറ്റ്, അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് വരുന്ന തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.